ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജുവിന്റെ താല്പര്യം മാത്രം നോക്കിയാൽ മതിയോ? മറ്റുള്ളവരെ കൂടി പരിഗണിക്കണ്ടേ? നമ്മളെ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിനും വില കൊടുക്കണ്ടേ രാജു? ഋതികയും രാജുവും തമ്മിലുള്ള കല്യാണം നടത്താൻ പോവാണെന്നാണോ പറയുന്നത്? അതെ, അത് ഉറപ്പിച്ചു. നീ ഒന്ന് കരുതിയിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എന്നാ ഞാൻ ഫോൺ വയ്ക്കട്ടെ? അംബിക മാഡം, എന്തോന്നാടി അവര് പറഞ്ഞത്? രാജുവിന്റെ ഋതികയുടെ കല്യാണം നടത്താൻ പോകുന്നോ? അത് അമ്മ. ആഹാ, എന്നാ പിന്നെ അതെനിക്കൊന്ന് അറിയണമല്ലോ. അമ്മ ഇത് എവിടെ പോവാ? ഞാനാ വർമ്മയെ കാണാൻ. അയാളോട് എനിക്ക് ചോദിക്കണമല്ലോ. അയാൾ നമുക്ക് വാക്ക് തന്നിട്ടുള്ളതല്ലേ. അമ്മ ഞാൻ പറയുന്നത് കേക്ക്. രാജു ഒരിക്കലും ഋതികയെ കല്യാണം കഴിക്കില്ല. അവളുടെ കഴുത്തില് രാജു താലി കെട്ടില്ല. ഞാൻ പറഞ്ഞ സത്യം അമ്മേ. രാജുവിന് വർമ്മ സാർ എന്ന് വെച്ച ദൈവോ. അതുകൊണ്ട് അവളെ ഭാര്യയായി രാജു സ്വീകരിക്കില്ല. അമ്മേ, 100% സത്യമാ. ദേ അമ്മ വാ, നമുക്കേ നമ്മുടെ കാര്യം നോക്കാം. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. ഈ അക്കൗണ്ട്സ് ഒക്കെ നീ തന്നെ കൈകാര്യം ചെയ്യണം. എന്തായാലും നീ വെറുതെ നടക്കുമല്ലേ? നീ അത് നോക്ക്. നമുക്ക് ഇന്ന് തന്നെ പോവാ. നോക്കി ചെയ്യേ. രാജുവേട്ടാ, എന്താ പോ? ഇന്ന് ഓഫീസ് ഡ്യൂട്ടി ഒന്നും വേണ്ട. നമുക്ക് ഫോട്ടോഷൂട്ടിന് പോവാം. എന്ത് ഫോട്ടോഷൂട്ടോ? വെഡിങ് ഫോട്ടോഷൂട്ട്. രാജു ഇക്കാലത്തൊന്നുമല്ല ജീവിക്കുന്നത്. കല്യാണത്തിന് മുമ്പ് വധൂവരന്മാർക്ക് വേണ്ടി പലതരം ഫോട്ടോകൾ എടുക്കുന്നതിനാ ഈ ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറയുന്നത്. ഈ ഫോട്ടോഷൂട്ട് ഇപ്പൊ കലക്കി തരാം. എങ്ങനെ? ആ രമ്യയെ വിളിച്ചൊന്ന് പറഞ്ഞാ മതി. അവള് കൊടുങ്കാറ്റ് പോലെ പറന്നിങ്ങെത്തും. എന്നാ വിളിച്ച് പറയാമേ? വിളിക്കാടാ, ഇവരൊന്ന് ഇറങ്ങട്ടെ. എന്താ രാജു ഇങ്ങനെ മടി പിടിച്ചു നിൽക്കുന്നേ? ഇത്തരം ഫോട്ടോഷൂട്ടിനൊന്നും ഞാനില്ല മാഡം. ഈ രാജു എന്ത് മനുഷ്യനാ? ഇപ്പോഴും ഉണ്ടോ ഇങ്ങനത്തെ ചെറുപ്പക്കാര്? രാജു കോളേജിലും ഇങ്ങനെയായിരുന്നോ? ഏയ്, കോളേജില് പുലിയായിരുന്നു എന്നാ ഞാൻ അറിഞ്ഞത്. ചേച്ചിയോട് രാജുവേട്ട പറഞ്ഞതാ. കോളേജ് കാലം അല്ലല്ലോ ഇപ്പോ. ഇപ്പോഴത്തെ കാലത്തിന് എന്താ കൊമ്പുണ്ടോ രാജു? രാജു, നമുക്ക് ചില പഴയ കാര്യങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി തയ്യാറാക്കി വെക്കുന്നതാ ഈ ഫോട്ടോ ആൽബം. കുറച്ച് ഫോട്ടോ എടുക്കുന്നത് നല്ലതല്ലേ? അതെ, കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണിനും മാത്രമുള്ളതാ അത്. അതിന്റെ ഡയറക്ടർ ആരെന്നറിയോ? ഈ ഞാനാ. ഇവൾക്കെതിരെയുള്ള ഒരു ബോംബ് നമ്മുടെ കയ്യിലുണ്ടല്ലോ അമ്മേ. അതെടുത്തിപ്പോ പൊട്ടിച്ചാലോ? വരട്ടേടാ, അതിനൊക്കെയുള്ള അവസരം വരുന്നതേ ഉള്ളൂ. എന്തായാലും ഞാൻ ഫോട്ടോഷൂട്ടിനൊന്നുമില്ല രാജു. അപ്പോ സോറി. രാജുവിന്റെ താല്പര്യം മാത്രം നോക്കിയാൽ മതിയോ? മറ്റുള്ളവരെ കൂടി പരിഗണിക്കണ്ടേ? നമ്മളെ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിനും വില കൊടുക്കണ്ടേ രാജു? എന്താ ശേഖര അവിടെ പ്രശ്നം?
ഫോട്ടോഷൂട്ടിന് രാജുവേട്ടൻ വരുന്നില്ല എന്ന്. അതെന്താ കാര്യം? രാജുവിനെ വിളിച്ച് ഫോട്ടോഷൂട്ട് നടത്താൻ പ്രതാപം കൂടി സമ്മതിച്ചതല്ലേ? എന്താ പ്രതാപം പറഞ്ഞ രാജു കേൾക്കില്ലേ? അയ്യോ, സാറ് പറഞ്ഞ ഞാൻ എന്തും കേൾക്കും മാഡം. ഞാൻ പറഞ്ഞ രാജു കേൾക്കൂലേ? മാഡം പറഞ്ഞാലും ഞാൻ കേൾക്കും. എന്നാൽ പ്രതാപനും ഞാനും കൂടി പറയുന്നു, ഈ ഡയറക്ടർ അപ്പു പറയുന്നത് അനുസരിക്കാൻ. വിളിച്ചോണ്ട് പോ ഡയറക്ടറെ. വാ രാജുവേട്ടാ, സമയം പോന്നു, വേഗം നടക്ക്. വാ ചേച്ചി. അമ്മേ, ആ രമ്യ വിളിച്ച കാര്യം പറയേ. Number you are calling not reachable at the moment. Please try later. ഒന്നുകൂടെ ട്രൈ ചെയ്യ്. Number you are calling is either switched off or not reachable at the moment. ശ്ശോ, അവളുടെ ഫോൺ സ്വിച്ച് ഓഫാ. ഇപ്പൊ എന്ത് ചെയ്യും? വാ രാജുവേട്ടാ. ഈ ഫ്രെയിം കൊള്ളാല്ലേ? വാ രാജുവേട്ടാ, വാ രാജുവേട്ടാ. ചെല്ലു ചേച്ചി. ആ ഇവിടെയാണേ ചേച്ചി, അടുത്തോട്ട് ചേർന്ന് നിക്ക്. ആ എടുത്തു. ആ ഒന്ന് ചേർന്ന് നിക്ക് നിക്ക്. സ്മൈൽ. ഒരു മിനിറ്റ് ഫേസ് ഒന്ന് ടച്ച് ചെയ്യാം. ഒന്ന് വന്നേ. അടുത്തേക്ക് നിക്ക്. എടുക്ക. ഒന്ന് ചിരിക്കണ്ട രാജുവേട്ടാ. സ്മൈൽ. എടുത്തോ. ഇനി വേറെ പോസ്. ഷോൾഡറിലേക്ക് കൈവെക്ക്. ഒന്ന് വെക്ക് രാജുവേട്ടാ. ഓക്കെ, റെഡി? സ്മൈൽ. രാജുവേട്ടാ ചിരിക്കുക. എടുത്തില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് പോസ്. കൊടുക്ക രാജുവേട്ടാ കയ്യ്. കൈ പിടിക്ക്. സ്മൈൽ. ചേച്ചിയുടെ എക്സ്പ്രഷൻസ് എല്ലാം ഓക്കെയാ, പക്ഷേ രാജുവേട്ടൻ ഭയങ്കര സീരിയസാ. രാജു ചിരിച്ചൊന്ന് റെഡി ആവ് രാജുവേട്ടാ. അടുത്തേക്ക് ചേർന്ന് നിൽക്ക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വാ. അകലേ